Let us read about a little girl who went on a school trip which gave her a lot of fun and thrill. This excerpt is taken from Toto Chan, The Little Girl at the Window. ഒരു ചെറിയ പെൺകുട്ടി അവളുടെ സ്കൂൾ ട്രിപ്പിൽ പോയപ്പോൾ അവൾക്കുണ്ടായിട്ടുള്ള ഫണ്ണും ത്രില്ലും ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് പറയുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് ടൊസൂക്കോ കുറോയാങ്കി. Summer vacation came to an end and the day of the trip to the hot spring resort finally arrived. For the students, it was the most important event at Tomo. സമ്മർ വെക്കേഷന് അവസാനിക്കാറായി ഹോട്ട് സ്പ്രിംഗ് റിസോർട്ടിലോട്ട് പോകാനുള്ള ദിവസം എത്തിച്ചേർന്നു. അറൈവ്ഡ് എന്ന് വെച്ചാൽ എത്തിച്ചേർന്നു. ഫോർ ദ സ്റ്റുഡൻസ് ഇറ്റ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ് അറ്റ് ടോമോ. സ്റ്റുഡൻസിന് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഇവൻ്റാണ് ടോമോയിൽ. ദ ട്രിപ്പ് വാസ് ടു എ സീ സൈഡ് സ്കൂൾ അറ്റ് എ പ്ലേസ് കോൾഡ് ടോയി ഓൺ ദ ഇസു പെനിൻസുല ഇൻ ഷിസോക്ക. ട്രിപ്പ് ഒരു സീ സൈഡ് സ്കൂളിലോട്ടായിരുന്നു, അതായത് കടൽ തീരത്തുള്ളൊരു സ്കൂളിലോട്ടായിരുന്നു. ആ ഒരു സ്ഥലത്തിന് പറയുന്ന പേരാണ് ടോയ് ഓൺ ദ ഇസു പെനിൻസുല ഇൻ ഷിസോക്ക. ഇസു പെനിൻസുലയിൽ ഷിസോക്കയിലായിരുന്നു ഈ ഒരു സ്ഥലം. ദർ വാസ് എ ഹോട്ട് സ്പ്രിംഗ് റൈറ്റ് ഇൻ ദ സീ വിത്ത് ദ ചിൽഡ്രൻ കുഡ് ബോത്ത് സ്വിം ആൻഡ് ടേക്ക് എ ഹോട്ട് ബാത്ത്. കടലിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അവിടെ ഒരു ഹോട്ട് സ്പ്രിംഗ് ഉണ്ടായിരുന്നു. അവിടെ കുട്ടികൾക്ക് സ്വിം ചെയ്യാനും ഹോട്ട് ബാത്ത് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ദ ട്രിപ്പ് വുഡ് ലാസ്റ്റ് 3 days and 2 nights. ട്രിപ്പ് എപ്പോഴാണ് അവസാനിക്കുന്നത്? ലാസ്റ്റ് 3 days 2 nights, 3 പകലുകളും അതുപോലെ തന്നെ 2 രാത്രികളുമാണ് അവരുടെ ട്രിപ്പ് അവർക്ക് കിട്ടുന്നത്. വൺ ഓഫ് ദി സ്റ്റുഡൻസ് ഫാദർ ഹാഡ് എ വെക്കേഷൻ ഹോം. കുട്ടികളിൽ ഒരാളുടെ ഫാദറിന് അവിടെ ഒരു വെക്കേഷൻ ഹോം ഉണ്ടായിരുന്നു. where all 50 of Tomo students from the 1st to 6th grades could stay. ഫസ്റ്റ് 1ാം ക്ലാസ് മുതൽ 6th grade വരെയുള്ള കുട്ടികൾക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ടോട്ടോ ചാൻ റിയലി ഡിഡ് നോട്ട് നോ ഇഫ് ഹെർ മദർ വുഡ് ലെറ്റ് ഹെർ ഗോ. ടോട്ടോ ചാൻ അറിയില്ലായിരുന്നു അവളുടെ മദർ അവളെ വിടോ ഇല്ലേ എന്ന്, പോവാൻ അനുവദിക്കോ ഇല്ലേ എന്ന്. മോം മേ ഐ ഗോ ഫോർ ദ ട്രിപ്പ്. അമ്മയോട് ചോദിക്കുകയാണ് എനിക്ക് ട്രിപ്പിന് പോകാൻ പറ്റുമോ എന്ന്. ഷീ ആസ്ക്ഡ് ഹെസിറ്റൻ്റ്ലി. അവൾ മടിച്ചുകൊണ്ട് പറഞ്ഞു. ഹെസിറ്റൻ്റ്ലി എന്ന് വെച്ചാൽ മടിച്ചുകൊണ്ട് പറഞ്ഞു. ബട്ട് ഹെർ മദർ ഹാഡ് ഓൾറെഡി ഗോട്ട് ദ ഹെഡ് മാസ്റ്റേഴ്സ് ലെറ്റർ ആൻഡ് മെയ്ഡ് അപ്പ് ഹെർ മൈൻഡ് ടു ലെറ്റ് ടോട്ടോ ചാൻ ഗോ. അവളുടെ അമ്മയ്ക്ക് ഓൾറെഡി ലെറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഹെഡ് മാസ്റ്ററുടെ, ടോട്ടോ ചാനെ കൊണ്ടുപോകണം എന്നുള്ളതിന്. നൗ ദെൻ സെഡ് ദ ഹെഡ് മാസ്റ്റർ വെൻ ദേ ഹാഡ് ഓൾ അസംബിൾഡ് ടു സ്റ്റാർട്ട് ദ ട്രിപ്പ്. അവരെല്ലാവരും ട്രിപ്പിന് വേണ്ടി ഒരുമിച്ച് കൂടിയ സമയത്ത് ഹെഡ് മാസ്റ്റർ പറഞ്ഞു നൗ ദെൻ. അസംബിൾഡ് എന്ന് വെച്ചാൽ ഒരുമിച്ച് കൂടുക. വി ആർ ട്രാവലിംഗ് ബൈ ട്രെയിൻ ആൻഡ് ബൈ ഷിപ്പ് ആൻഡ് ഐ ഡോണ്ട് വാണ്ട് എനി ഓഫ് യു ടു ഗെറ്റ് ലോസ്റ്റ്. അവർ ട്രെയിൻ വഴിയും ഷിപ്പ് വഴിയും നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എനിക്ക് ആരെയും നഷ്ടപ്പെടാനുള്ളൊരു അവസരം ഉണ്ടാവരുത് എന്ന് പറയാണ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് മനസ്സിലായോ? ഓൾ റൈറ്റ് ഓഫ് വി ഗോ. ഓക്കെ, നമുക്ക് പോവാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ദാറ്റ് വാസ് ദ ഓൺലി ഇൻസ്ട്രക്ഷൻ ഹി ഗേവ്. ആ ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമാണ് അദ്ദേഹം കൊടുത്തത്. ദ ചിൽഡ്രൻ വെർ അമേസിംഗ്ലി വെൽ ബിഹേവ്ഡ് ഇൻ ദ ട്രെയിൻ. ചിൽഡ്രൻസ് എല്ലാവരും നന്നായി തന്നെയാണ് ട്രെയിനിൽ പെരുമാറിയത്. ബിഹേവ്ഡ് എന്ന് വെച്ചാൽ പെരുമാറുക. നോബഡി റാൻ അപ്പ് ആൻഡ് ഡൗൺ ദ കാർസ് ആൻഡ് ദ ഓൺലി ടോക്കിംഗ് വാസ് ഡൺ ക്വയറ്റ്ലി എമംഗ് ദോസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഈച്ച് അതർ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നടന്നിരുന്നില്ല ട്രെയിനിൽ. അതുപോലെ തന്നെ അവർ അടുത്തിരുന്ന ആളോട് സംസാരിക്കുക മാത്രമാണ് അവർ ചെയ്തിരുന്നത്. The Tomo peoples had never been actually taught how to behave in public. But somehow their school life had instilled into them the basics of decency and good behavior. ടോമോ പീപ്പിള്, അതായത് ടോമോയിലുള്ള ടീച്ചേഴ്സ് അവരെ പഠിപ്പിച്ചിട്ടില്ല എങ്ങനെ സമൂഹത്തിൽ ബിഹേവ് ചെയ്യണം എന്നുള്ളത്, എങ്ങനെ പെരുമാറണം എന്നുള്ളത്. പക്ഷേ സ്കൂൾ ലൈഫിൽ നിന്ന് അവരുടെ സ്വഭാവത്തിലോട്ട് അത് ഡീസൻസിയും ഗുഡ് ബിഹേവിയറും ഉൾപ്പെടുത്തിയതുപോലെ വന്നിട്ടുണ്ട്. ഇൻസ്റ്റിൽഡ് എന്ന് വെച്ചാൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബേസിക് ഓഫ് ഡീസൻസി, ഡീസൻസി എന്ന് വെച്ചാൽ മാന്യത. ഗുഡ് ബിഹേവിയർ എന്ന് വെച്ചാൽ നല്ല പെരുമാറ്റം. ദേ നെവർ ബുള്ളീഡ് അതേഴ്സ്. അവരൊരിക്കലും മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അതേഴ്സ് നെവർ ടു അൺറൂലി ബിഹേവിയർ. മറ്റൊരാളെ മോശമായി പെരുമാറിയിട്ടില്ല.
picked up litter wherever they found it and never annoyed or disturbed others. പിക്ഡ് അപ്പ് എന്ന് വെച്ചാൽ എടുക്കും, ലിറ്റർ എന്ന് വെച്ചാൽ ചപ്പ് ചാവറുകൾ, wherever they found it കാണുന്നതെല്ലാം, and never annoyed or disturbed others മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. The biggest surprise was Toto Chan. In her old school, she had done unimaginable things. അവർക്കെല്ലാവർക്കും അത്ഭുതം തോന്നിയത് ടോട്ടോ ചാൻ ആയിരുന്നു. അവളുടെ പഴയ സ്കൂളിൽ ഒരുപാട് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഷീ വുഡ് ഈവൻ ടോക്ക് ടു മ്യൂസീഷ്യൻസ് ഇൻ ദ സ്ട്രീറ്റ് ഔട്ട് ഓഫ് ദ വിൻഡോ ഇൻ ദ മിഡിൽ ഓഫ് ക്ലാസ്സിൻ്റെ പകുതി വെച്ചിട്ട് അവൾ സ്ട്രീറ്റിലൂടെ പോകുന്ന മ്യൂസീഷ്യൻസിനോട് സംസാരിക്കാറുണ്ടായിരുന്നു ജനാലിലൂടെ. Tomo, from her first day, she was attentive in class and did her lessons properly. ടോമോയിൽ വന്ന ഫസ്റ്റ് ഡേ മുതൽ അവൾ ക്ലാസ്സിൽ നല്ല അറ്റൻറ്റീവ് ആയിരുന്നു, അതുപോലെ തന്നെ ലെസൺസ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഇഫ് എനി ഓഫ് ടീച്ചേഴ്സ് ഫ്രം ഹെർ ഓൾഡ് സ്കൂൾ സോ ഹെർ നൗ ദേ വുഡ് നോട്ട് ബിലീവ് ദെയർ ഐസ്. ഷ്വർലി ഇറ്റ്സ് നോട്ട് ടോട്ടോ ചാൻ, ദേ വുഡ് ഹാവ് സെഡ് ഇറ്റ് മസ്റ്റ് ബി സംബഡി എൽസ്. അവളുടെ പഴയ സ്കൂളിലെ ടീച്ചേഴ്സ് അവളെ കണ്ടാൽ പറയും അതൊരിക്കലും ടോട്ടോ ചാൻ അല്ല, അത് മറ്റാരോ ആണെന്ന് പറയുന്നു. അത്രത്തോളം നമ്മുടെ ടോട്ടോ ചാൻ ഈ ഒരു സ്കൂളിൽ വന്നിട്ട് അവളുടെ ബിഹേവിയർ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടെന്നാണ് ഈ ഒരു ഭാഗത്തുനിന്ന് പറയുന്നത്. At Numazu, they embarked on a ship that was just like what they had all dreamed about. It was not a big ship, but they were all so excited that they inspected every corner of the deck. നുമസൂല് പോയപ്പോൾ അവരൊരു കപ്പലിൽ കയറി. എംബാക്ഡ് എന്ന് വെച്ചാൽ കയറി. അതവർ സ്വപ്നം കണ്ടത് പോലുള്ളൊരു കപ്പലായിരുന്നു. ഡ്രീംഡ് എന്ന് വെച്ചാൽ സ്വപ്നം കാണുക. ഇറ്റ് വാസ് ഇൻ എ ബിഗ് ഷിപ്പ്, അത് ഒരു വലിയ കപ്പലൊന്നും അല്ലായിരുന്നു, പക്ഷേ അവരെല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ദേ ഇൻസ്പെക്റ്റഡ് എവറി കോർണർ ഓഫ് ദ ഡെക്ക്. ഇൻസ്പെക്റ്റഡ് എന്ന് വെച്ചാൽ അവർ പോയി നോക്കി, പരിശോധിച്ചു. എവറി കോർണർ ഓഫ് ദ ഡെക്ക്, ഓരോ മുക്കും മൂലയും, കപ്പലിൻ്റെ എല്ലാ മുക്കും മൂലയും അവർ പോയി നോക്കി. ഡെക്ക് എന്ന് വെച്ചാൽ ഓരോ നിലകൾ, കപ്പൽ ഓരോ ലെവൽസ് ആയിട്ടായിരിക്കും, ഓരോ നിലകളായിട്ടായിരിക്കും നമ്മുടെ കപ്പൽ. അവിടെ എല്ലാം അവർ പോയി നോക്കി. പുള്ളിങ് അറ്റ് ആൻഡ് പോക്കിങ് ദെയർ ഹാൻഡ്സ് ഇൻ ടു എവറിത്തിങ്. എല്ലാത്തിലും പോയിട്ട് അവർ വലിക്കുകയും കുത്തുകയൊക്കെ ചെയ്തു. പുള്ളിങ് എന്ന് വെച്ചാൽ വലിക്കുക, പോക്കിങ് എന്ന് വെച്ചാൽ കുത്തുക. ബട്ട് സൂൺ ദ സീ ബിക്കെയിം റഫ്. പെട്ടെന്ന് സീ റഫാവാൻ തുടങ്ങി. ടോട്ടോ ചാൻ ബിഗാൻ ടു ഫീൽ സിക്ക്. ടോട്ടോ ചാന് വയ്യാതായി. ആസ് ഡിഡ് സം അതേഴ്സ്, മറ്റുള്ളവരെ പോലെ തന്നെ. വെൻ ദ ഷിപ്പ് റോക്ക്ഡ്, വൺ ഓഫ് ദ ഓൾഡർ ബോയ്സ് സ്റ്റുഡ് അമിഡ്സ് ഷിപ്പ് ആൻഡ് റാൻ ഫ്രം വൺ സൈഡ് ടു ദ അതർ സെയിങ് ഊപ്സ്. ഷിപ്പ് കുലുങ്ങിയപ്പോൾ അതിലുണ്ടായിരുന്ന വലിയൊരു കുട്ടി കപ്പലിൻ്റെ നടുവിൽ പോയി നിന്നു. അമിഡ് ഷിപ്പ് എന്ന് പറഞ്ഞാൽ കപ്പലിൻ്റെ മധ്യഭാഗത്തെയാണ് പറയുന്നത്. ആൻഡ് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലോട്ട് ഓടിക്കളിക്കാൻ തുടങ്ങി. ഇറ്റ് വാസ് സോ ഫണ്ണി ദാറ്റ് ദ ചിൽഡ്രൻ കുഡിൻ ഹെൽപ്പ് ലാഫിങ് ഈവൻ ദോ ദേ ഫെൽറ്റ് സോ സീ സിക്ക്. അത് നല്ല ഹ്യൂമറായിട്ട് തോന്നി, എല്ലാവർക്കും നല്ല തമാശയായിട്ട് തോന്നി. എല്ലാ കുട്ടികളും ചിരിക്കുകയായിരുന്നു. ഈവൻ ദോ ദേ ഫെൽറ്റ് സോ സീസിക്ക്, അവർക്കൊക്കെ അതൊരു സീസിക്കായിട്ട് തോന്നി. വെൻ ദേ ഡിസെംബാർക്ക്ഡ് ദ ഊപ്സ് ബോയ് ബിഗാൻ ടു ഫീൽ സിക്ക് ജസ്റ്റ് വെൻ എവ്രി വൺ എൽസ് ഹാഡ് റിക്കവേർഡ് ആൻഡ് വാസ് ഫീലിംഗ് ഫൈൻ. വെൻ ദേ ഡിസെംബാർക്ക്ഡ് എന്ന് വെച്ചാൽ അവർ കപ്പലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഊപ്സ് ബോയ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്ന കുട്ടിക്ക് വയ്യാതായി. ബിഗാൻ ടു ഫീൽ സിക്ക്, അവന് വയ്യാതായി. ജസ്റ്റ് വെൻ എവ്രി വൺ എൽസ് ഹാഡ് റിക്കവേർഡ്, എല്ലാവരും റിക്കവേർഡായി, പക്ഷെ അവന് മാത്രം ഫൈനായില്ല. The spa at Toy was in a quiet, beautiful village on the sea surrounded by wooded hills. After a short rest, the teachers took the children down for a swim in the sea. It was not like the swimming pool at school, so they wore their swimsuits. ടോയിലുള്ള സ്പാ നല്ല ശാന്തതയായിരുന്നു. ക്വയറ്റ് എന്ന് വെച്ചാൽ ശാന്തത. ബ്യൂട്ടിഫുൾ വില്ലേജ്, നല്ല ഭംഗിയുള്ളൊരു വില്ലേജിലായിരുന്നു അത്. സീ സറൗണ്ടഡ്, കടലാൽ ചുറ്റപ്പെട്ട ഒരു വുഡഡ് ഹിൽസ് ആയിരുന്നു, അതായത് മരങ്ങളുള്ളൊരു ഭാഗം. ആഫ്റ്റർ എ ഷോർട്ട് റെസ്റ്റ്, ചെറിയൊരു വിശ്രമത്തിന് ശേഷം ടീച്ചേഴ്സും കുട്ടികളെ കൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ പോയി സ്വിം ചെയ്യാൻ, നീന്താൻ വേണ്ടിയിട്ട്.
ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദ സ്വിമ്മിംഗ് പൂൾ അറ്റ് സ്കൂൾ. സ്കൂളിലുള്ള സ്വിമ്മിംഗ് പൂൾ പോലെ അല്ലായിരുന്നു. അവർ സ്വിം സ്യൂട്ട്സൊക്കെ ധരിച്ചിട്ടാണ് അവിടെ പോയത്. The hot spring in the sea was most unusual. It was not enclosed. സീയിലുള്ള കടലിലുള്ള ഹോട്ട് സ്പ്രിങ് പതിവ് പോലെ അല്ലായിരുന്നു, അൺയൂഷ്വൽ ആയിരുന്നു. It was not enclosed, so there was no line separating the hot spring from the rest of the sea. If you crouched down where you were told the hot spring was, the hot water came up to your neck. അത് ചുറ്റപ്പെട്ട് കിടക്കുന്നതല്ല, അതുകൊണ്ട് തന്നെ അത് കടലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. എൻക്ലോസ്ഡ് എന്ന് വെച്ചാൽ ചുറ്റപ്പെട്ട് കിടക്കുക. ക്രൗച്ച്ഡ് ഡൗൺ എന്ന് വെച്ചാൽ മുട്ടുകുത്തുക. ഇഫ് യു ക്രൗച്ച്ഡ് ഡൗൺ where you were told the hot spring was, the hot water came up to your neck. നമ്മൾ മുട്ടുകുത്തി നിന്നാൽ നമ്മുടെ നെക്ക് വരെ വെള്ളം വരും. ഇറ്റ് ഫെൽറ്റ് ലവ്ലി, അത് നന്നായിരുന്നു. ജസ്റ്റ് ലൈക്ക് ബീങ് ഇൻ എ ഹോട്ട് ബാത്ത്, ഒരു ഹോട്ട് ബാത്തിൽ ഇരിക്കുന്നത്. ഇൻ ദോസ് ഡേയ്സ് ദ സീ ഷോർ വാസ് സോ ഡിസേർട്ടഡ്. ആ ദിവസങ്ങളിൽ കടൽ തീരം വളരെ ഡിസേർട്ടഡ് ആയിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ബീങ് ഓൺ ദെയർ ഓൺ പ്രൈവറ്റ് ബീച്ച്. അതുകൊണ്ട് തന്നെ അത് അവരുടെ ഒരു പ്രൈവറ്റ് ബീച്ച് പോലെ ആയിരുന്നു. ചിൽഡ്രൻ റിവെൽഡ് ഇൻ ദിസ് അൺയൂഷ്വൽ ഹോട്ട് സ്പ്രിംഗ് സീ ബാത്തിങ്. കുട്ടികളെല്ലാവരും അതുകൊണ്ട് തന്നെ നന്നായി എൻജോയ് ചെയ്തു. റിവെൽഡ് എന്ന് വെച്ചാൽ എൻജോയ് ചെയ്യുക. When they got back to the house in the evening after staying in the water so long, their fingers were a mass of wrinkles. അവർ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഈവനിങ് ആയിരുന്നു. അവർ ഒരുപാട് നേരം വെള്ളത്തിലിരുന്നതുകൊണ്ട്, സ്റ്റേയിങ് എന്ന് വെച്ചാൽ നിൽക്കുക, അവരുടെ ഫിംഗേഴ്സ് എല്ലാം wrinkles, ഒരുപാട് wrinkles വന്നിരുന്നു. wrinkles എന്ന് വെച്ചാൽ ചുളിവുകൾ. Each night, once they were tucked into their queens, the children took turns telling ghost stories. എല്ലാ രാത്രിയിലും അവർ ടക്ക്ഡ് ഇൻ ടു ദെയർ ക്വീൻസ്, അവരെല്ലാവരും അവരുടെ പോക്കറ്റ് പുതപ്പിനെയാണ് ക്വീൻസ് എന്ന് പറയുക, അതിനകത്ത് പോകും. ദ ചിൽഡ്രൻ ടുക്ക് ടേൺസ് ടെല്ലിങ് ഗോസ്റ്റ് സ്റ്റോറീസ്. എന്നിട്ട് അവർ ഗോസ്റ്റ് സ്റ്റോറീസ് പറയാൻ തുടങ്ങും. ടോട്ടോ ചാൻ ആൻഡ് ദ അതർ ഫസ്റ്റ് ഗ്രേഡേഴ്സ് ഗോട്ട് സോ ഫ്രൈറ്റൻഡ്. ടോട്ടോ ചാനും മറ്റ് ഫസ്റ്റ് ഗ്രേഡേഴ്സും നന്നായി പേടിക്കും. ഫ്രൈറ്റൻഡ് എന്ന് വെച്ചാൽ പേടിക്കുക. ദാറ്റ് ദേ ക്രൈഡ്, എന്നിട്ട് അവർ കരയും. ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ദെയർ ടീയേഴ്സ് ദേ വുഡ് ആസ്ക് ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻഡ്. അവർ കണ്ണുനീര് തുടച്ചിട്ട് എന്നിട്ട് അവർ വീണ്ടും ചോദിക്കും എന്ത് സംഭവിച്ചു, എന്നിട്ട് എന്ത് സംഭവിച്ചു. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻഡ് എന്ന് വെച്ചാൽ എന്ത് സംഭവിച്ചു. Unlike camping inside the school and bravery test, the 3-day stay at Toy Spa was a real life experience. Unlike camping inside the school and the bravery test, the 3-day stay at Toy Spa was a real life experience. There was a forest full of cicadas and a shop where you could buy popsicles. സ്കൂളിനകത്ത് ക്യാമ്പയിനേക്കാളും അതുപോലെ തന്നെ ബ്രേവറി ടെസ്റ്റ് നടത്തുന്നതിനേക്കാളും നന്നായിരുന്നു ടോയ് സ്പായിലെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. നല്ലൊരു അനുഭവമായിരുന്നു. ദർ വാസ് എ ഫോറസ്റ്റ് ഫുൾ ഓഫ് കിക്കാഡസ്. അവിടുന്ന് എന്ത് കിട്ടിയവർക്ക്? കിക്കാഡസിൻ്റെ ഒരു ഫോറസ്റ്റ് തന്നെ കിട്ടി. ചീവീടിനെയാണ് ഇവള് കിക്കാഡസ് എന്ന് പറയാം. അതുപോലെ തന്നെ അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു പോപ്സിക്കിൾസിൻ്റെ. പോപ്സിക്കിൾ എന്ന് വെച്ചാൽ ഫ്രൂട്ട് ബാർ, അതിനെയാണ് പോപ്സിക്കിൾ എന്ന് പറയുക. ആൻഡ് ദേ മെറ്റ് എ മാൻ ഓൺ ദ ബീച്ച് ഹു വാസ് ബിൽഡിങ് എ ബിഗ് വുഡൻ ബോട്ട് ഓൾ ബൈ ഹിംസെൽഫ്. അവിടെ വെച്ചിട്ട് ഒരു ആള് കപ്പലുണ്ടാക്കുന്നതും കണ്ടു. കപ്പലല്ല, ബോട്ട് നിർമ്മിക്കുന്നതും കണ്ടു. ഇറ്റ് വാസ് ഓൾറെഡി ബോട്ട് ഷേപ്പ്ഡ്. അത് ഓൾറെഡി ഒരു ബോട്ടിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട്. ദ ഫസ്റ്റ് thing each morning they did was to run down to the beach to see how much more he had done. എല്ലാ ദിവസവും അവർ മോർണിംഗിന് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു, താഴെ വന്ന് ബീച്ചിൻ്റെ അവിടെ വന്ന് നോക്കും അയാൾ എത്രത്തോളം ചെയ്തിട്ടുണ്ടെന്ന്. ദ മാൻ ഗേവ് ടോട്ടോ ചാൻ എ വെരി ലോങ് ആൻഡ് കേർലി വുഡ് ഷേവിങ്. ആ മനുഷ്യന് ടോട്ടോ ചാൻ എന്ത് കൊടുത്തു? ഒരു കേർലി വുഡ് ഷേവിങ് കൊടുത്തു, അതായത് ഒരു ചുരുണ്ട മരച്ചീല കൊടുത്തു. ഹൗ അബൌട്ട് എ സോവനീർ ഫോട്ടോഗ്രാഫ്? സോവനീർ ഫോട്ടോഗ്രാഫ് എന്ന് വെച്ചാൽ ഒരു ഓർമ്മക്കുറിപ്പ് പോലെ, ഓർമ്മയ്ക്ക് നമ്മൾ സൂക്ഷിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫിനെയാണ് സോവനീർ ഫോട്ടോഗ്രാഫ് എന്ന് പറയാം. ആസ്ക്ഡ് ദ ഹെഡ് മാസ്റ്റർ വെൻ ദേ വേർ ടു ലീവ്. അവർ അവിടെ നിന്ന് വിട്ടുപോകുന്നതിന് മുമ്പ്
അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ HMൻ്റെ അടുത്ത് ചോദിച്ചു. ദേ ഹാഡ് നെവർ ഹാഡ് എ ഫോട്ടോഗ്രാഫ് ടേക്കൺ ഓഫ് ഓൾ ഓഫ് ദം ടുഗദർ ആൻഡ് ദ ചിൽഡ്രൻ വെർ എക്സൈറ്റഡ് അറ്റ് ദി ഐഡിയ. അവരൊരിക്കലും എടുത്തിട്ടില്ല അവരൊരുമിച്ച് ഒരു ഫോട്ടോ, എല്ലാ കുട്ടികളും ഒരുമിച്ച്. അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, നല്ല ആകാംക്ഷയായിരുന്നു. നോ സൂണർ വാസ് ദ ഹെഡ് മാസ്റ്റർ റെഡി വിത്ത് ഹിസ് ക്യാമറ ദാൻ സംവൺ ഹാഡ് ഗോൺ ടു ദ ടോയ്ലറ്റ്. ഹെഡ് മാസ്റ്റർ റെഡി ആയിരുന്നു ക്യാമറയായിട്ട്, പക്ഷേ ആരോ ടോയ്ലറ്റിൽ പോയത് കാരണം അവരെ വെയിറ്റ് ചെയ്യായിരുന്നു. ദെൻ സംവൺ എൽസ് ഹാഡ് ഹിസ് ജിം ഷൂസ് ഓൺ ദ റോങ് ഫീറ്റ് ആൻഡ് ഹാഡ് ടു ചേഞ്ച് ദം അറൗണ്ട്. അതുപോലെ ഒരാൾ അവരുടെ റോങ് ഫീറ്റായിരുന്നു ഷൂസ് ഇട്ടിരുന്നത്, അതായത് തെറ്റായ കാലിലായിരുന്നു ഷൂസ് ഇട്ടിരുന്നത്, അത് ചേഞ്ച് ചെയ്യാൻ പോയി. വെൻ ഹി ഫൈനലി സെഡ് ഇസ് എവരിവൺ റെഡി, എല്ലാവരും റെഡി ആയോ? 1 or 2 ഓഫ് ചിൽഡ്രൻ വേർ ലൈയിങ് ഓൺ ദ ഗ്രൗണ്ട്. 1-2 ആളുകൾ തറയിൽ കിടക്കുന്നുണ്ടായിരുന്നു. ദേ ഹാഡ് ബിക്കം ടയേർഡ് ഓഫ് ഹോൾഡിങ് ദെയർ പോസസ് സോ ലോങ്. ഒരുപാട് നേരം അവർ പോസസ് ഇട്ടിട്ട് ചടച്ചപ്പോൾ അവർ തറയിലിരുന്നു. ഇറ്റ് വാസ് എ ബിഗ് പ്രോബ്ലം ഗെറ്റിംഗ് എവറി വൺ റെഡി ഫോർ ദ ഫോട്ടോഗ്രാഫ്. അതൊരു വലിയ പ്രശ്നമായിരുന്നു എല്ലാവരും ഒരുമിച്ചൊരു ഫോട്ടോഗ്രാഫിന് കിട്ടാൻ. ദ ഹോൾ പ്രോസസ് ടുക്ക് എ വെരി ലോങ് ടൈം. ഒരു പ്രോസസ്സിന് ഒരുപാട് നേരം എടുത്തു. ബട്ട് ദാറ്റ് ഫോട്ടോഗ്രാഫ് വിത്ത് ദ സീ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഈച്ച് ചൈൽഡ് പോസിങ് അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹെർ ഫാൻസി. പക്ഷേ ആ ഒരു ഫോട്ടോഗ്രാഫ്, സീയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആ ഒരു ഫോട്ടോഗ്രാഫ് ഓരോ കുട്ടികളും അവരുടെ ഇഷ്ടത്തിന് ഓരോ ഫാൻസി, ഓരോ ആലങ്കാരികമായിട്ടുള്ള പോസുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ബിക്കെയിം എ ട്രഷേർഡ് പൊസിഷൻ ഫോർ ഈച്ച് ഓഫ് ദം. അതൊരു വിലമതിക്കാത്തൊരു പൊസിഷനായിരുന്നു. ട്രഷേർഡ് എന്ന് വെച്ചാൽ വിലമതിക്കാത്ത. വൺ ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് മെമ്മറീസ് വുഡ് ഫ്ലഡ് ബാക്ക്. അതിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മെമ്മറീസ് തിരിച്ച്, ഓർമ്മകൾ തിരിച്ച് കിട്ടും. ടോട്ടോ ചാൻ നെവർ ഫോർഗോട്ട് ദാറ്റ് ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ. ടോട്ടോ ചാൻ ഒരിക്കലും ആ ഒരു സമ്മർ വെക്കേഷന് മറക്കില്ലായിരുന്നു. അവളുടെ ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ ആയിരുന്നു അത്.